കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ശരീരഭാരം റെഗുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രോട്ടീൻ ഏതായിരുന്നു എന്നാണ്. ഏത് തരം പ്രോട്ടീനാണ്? നോൺ ലീൻ പ്രോട്ടീനെയും ലീൻ പ്രോട്ടീനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോസ് ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഏതുതരം പ്രോട്ടീൻ കഴിക്കണമെന്ന് മനസ്സിലായി, ഓക്കെ ഫൈൻ. പക്ഷേ അത് എത്രത്തോളം കഴിക്കണം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. എത്രത്തോളം പ്രോട്ടീനാണ് നമ്മൾ കഴിക്കേണ്ടത്? അത് ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരഭാരം ഇൻറ്റു 1 ഗ്രാം ഓർ 1.2 ഗ്രാം പ്രോട്ടീൻ എങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം. അത് നിങ്ങളുടെ ബോഡിയുടെ ഏറ്റവും ബേസിക് നീഡാണ്. അതായത് 70 കിലോ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ 70 ഗ്രാം മുതൽ 84 ഗ്രാം വരെ പ്രോട്ടീൻ മിനിമം കഴിച്ചിരിക്കണം. നിങ്ങൾ 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 100 ഗ്രാം മുതൽ 120 ഗ്രാം വരെ പ്രോട്ടീൻ നിങ്ങൾ കഴിച്ചിരിക്കണം. നിങ്ങളുടെ ശരീരഭാരം അനുസരിച്ച് അത് മാറും. ഇനി നിങ്ങൾ അതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ, നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ശരീരഭാരം ഇൻറ്റു 2 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾ കഴിക്കാം. അതായത് 70 കിലോ ഉള്ള ഒരാളിന് 140 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കുന്നതാണ് ഉത്തമം. ഇത് കഴിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ കുടവേറുള്ള ആളുകളുടെ സംസ്ഥാനമായിട്ട് മാറിയതും ഏറ്റവും കൂടുതൽ ഒബേസിറ്റി ഉള്ള സ്ത്രീകളുള്ള സ്ഥലമായി മാറിയതും ഇതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഇത് സഫീഷ്യന്റ് ആണോ എന്ന്. നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഇനി എന്ത് കുക്കുംബർ കട്ട് ചെയ്ത് കഴിച്ചാലും, എത്ര മീൽ സ്കിപ്പ് ചെയ്താലും, എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അത് കുറയാത്തത് കാര്യം നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് ആവാത്തതാണ്. നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളെ സ്ട്രെങ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി റഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. അതായത് ഓരോ ഫുഡിലും എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അതായത് 1 ഗ്രാം എഗ്ഗിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് 6 മുതൽ 7 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ്. അത് എഗ്ഗ് വെയിറ്റ് ആകുമ്പോൾ വെറും 3.5 ഗ്രാം പ്രോട്ടീനാണ്. ഇനി നിങ്ങൾ 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ചിക്കൻ ബ്രസ്റ്റാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ചിക്കൻ ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 22 മുതൽ 24 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ. ഒരു 250 ml പാൽ എടുത്തു കഴിഞ്ഞാൽ 8 ഗ്രാം പ്രോട്ടീൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ കഴിക്കുന്നത് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സഫീഷ്യന്റ് ആക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റ് നോളജ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ കൂടി പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ എൻ്റെ സീരീസ് മുഴുവനായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു നോളജ് ഉറപ്പായിട്ട് നിങ്ങളുടെ ഡയറ്റിനെ പറ്റി കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. റാൻഡമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കഴിക്കണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് എന്ത് കഴിക്കണമെന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ചാനലുകൾ, എൻ്റെ പോലത്തെ നല്ല ജെനുവിൻ ചാനൽസ് ഉണ്ട് കേട്ടോ. അതിൽ വൺ ഓഫ് ദ ജെനുവിൻ ആണ് എൻ്റെ പേജ് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡയറ്റ് സ്വന്തമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ കിട്ടിയാൽ നിങ്ങൾ അങ്ങ് എടുക്കും എന്നുണ്ടെങ്കിൽ മോൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവലും നിങ്ങളുടെ അസുഖങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു ബാലൻസ് ഡയറ്റ് പ്ലാൻ ഞാൻ ചെയ്തു തരുന്നതാണ്. അതിനൊരു പേയ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിലെ വിഷയം കൂടി ഞാൻ പറഞ്ഞുതരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. എല്ലാ ആളുകളും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഈ മുട്ടയും പാലും ചിക്കനും വേ പ്രോട്ടീനും ഒക്കെ പകരമായിട്ട് പനീറും ഡാലും സോയയും കടലയും ഒക്കെ ഉൾപ്പെടുത്തിയാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഉൾപ്പെടുത്താമോ? എത്രത്തോളം ഉൾപ്പെടുത്താം? അതും ഇവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേജ് ഒന്ന്